മധുവിൻ്റെ കുടുംബം വിധി കേൾക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അമ്മ മല്ലിയും സഹോദരി സരസുവുമാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഒടുവിൽ വിധി പറഞ്ഞിരിക്കുന്നു. നീതി കിട്ടിയോ അമ്മേ? നീതി കിട്ടുമായിരിക്കും. കിട്ടും. എനിക്കത്ര ഉറപ്പുണ്ട്. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീതി കിട്ടുകയുള്ളൂ. എല്ലാം കാര്യം മുന്നോട്ട് തന്നെ പോയി. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ നടക്കുള്ളൂ. ഇനി ഒന്നുകൂടി അപ്പീൽ പോയിട്ട് ഞങ്ങൾ വരും. അത് നടപ്പിലാവും. ഒന്നാമത്തെ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകും അല്ലേ? അതിന് അപ്പീൽ പോകും. വിചാരണ കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചൊരു വിധി കിട്ടിയില്ല. അതിനുശേഷം എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു, അഭിഭാഷകരും മറ്റെല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതി സമ്മതിച്ചു. ഹൈക്കോടതി അത് നടപ്പിലാക്കി തന്നു. അതിനാണ് എനിക്കുണ്ട്. അത് മതി. അത് പിന്നെ പൂർണ്ണമായ നീതി കിട്ടുന്നവരെ നിയമ പോരാട്ടം തുടരും. പോരാട്ടത്തിൽ തന്നെ ഉണ്ടാവും. സഹായിച്ചു അഭിഭാഷകരും ഒക്കെ തന്നെ അന്ന് മുതലുണ്ടായിരുന്ന ഒരു വലിയ അഭിഭാഷകർ തന്നെ ഇപ്പോഴും കൂടെയുണ്ടല്ലേ? കൂടെ ഉണ്ട്. ഇങ്ങനെയാണൊരു സഹോദരി, എങ്ങനെയാണൊരു വലിയ പോരാട്ടമാണല്ലേ, കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ളൊരു പോരാട്ടത്തിൻ്റെ ഒരു വിജയമാണല്ലോ? അതെ അതെ, വർഷങ്ങളായെന്ന് പറഞ്ഞാൽ അത് മരിച്ചിട്ട് ഒരു 4 വർഷം ഒന്നും അറിയാതെ ഇരുന്ന ഇടത്തു നിന്നും ഞങ്ങളെ ഏറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ കേരള സമൂഹം ഒന്നടങ്കം നമ്മുടെ കൂടെ നിന്നു. അതുപോലെ തന്നെ നമ്മുടെ വക്കീലും അഭിഭാഷകർ 3 പേരുണ്ടല്ലോ, രാജേഷ് വക്കീലും അതുപോലെ തന്നെ ജീവേഷ് സാറ്, രാധാകൃഷ്ണൻ വക്കീലും, ഇവരെല്ലാവരും 3 പേരും ഫുൾ സപ്പോർട്ടായിട്ട് തന്നെ നമ്മളോട് കൂടെ നിന്നു. പിന്നെ അവരും ഒരുപാട് നമ്മളിൽ നിന്ന് ഒരു 5 പൈസ പോലും മേടിക്കാതെ നമ്മളെ സഹായിച്ച് വന്ന ആൾക്കാരാണ്. കാരണം അവരോട് എപ്പോഴും നമുക്ക് തീരാത്ത ഒരു കടപ്പാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കോടതിയിലാണെങ്കിലും അതിന് എത്ര ഒരു സിറ്റിങ്ങിനൊക്കെ എത്ര പൈസ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് പോലും ഒരു പൈസ പോലും നമ്മൾ നിന്ന് മേടിക്കാതെ മാർസേട്ടനാണെങ്കിലും മാർസേട്ടൻ്റെ കയ്യിലില്ലെങ്കിലും അങ്ങനെ സഹായിക്കാൻ ഇവിടെ നമ്മുടെ കേരള സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് നമ്മൾ കോടതി വരുമ്പം അയച്ചു തരും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മളെ കൊണ്ട് സാധിച്ചു. അതിലെനിക്ക് ആശ്വാസമുണ്ട്. പിന്നെ 1-ാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടു എന്നുള്ളതിൽ അത് അവിടെ വന്നിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഇതാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർ വന്നിട്ടില്ല, പോയിട്ടില്ല, അങ്ങനെ ആ ഒരു രീതിയിൽ അല്ല. ഹുസൈനെ ഫോൺ വിളിച്ച് അവിടേക്ക് വരുത്തിച്ചിട്ടുള്ളതാണ്. അയാൾ കാറിൽ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ വീഡിയോസിൽ കാണാം. പിന്നെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ആ കൂട്ടത്തിലേക്ക് മധു ഇരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. പക്ഷേ ഇത് സാക്ഷി കൂറുമാറിയതാണ് നമുക്ക് അവിടെ ഇത് സംഭവിച്ചിട്ടുള്ളത്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന സാക്ഷിയുണ്ടല്ലോ, അവരാണത് ക്ലിയറായിട്ട് കണ്ട ഒരാൾ. അവർക്ക് ആ 4 വർഷം കൊണ്ട് അവർക്ക് ആ കൂറുമാറിയ ആളെ അങ്ങോട്ട് തിരിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു. കാരണം നമ്മുടെ കൂടെ നിന്നിട്ടാണ് അവർ അങ്ങനെ പോയത്. ഈ വിചാരണ വേളയിലൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി, പ്രത്യേകിച്ച് പലരും കൂറുമാറുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ അനുകൂലമായ ഒരു വിധി ലഭിച്ചിരിക്കുന്നത്. അതെ, ഒരുപാട് പ്രതിസന്ധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലാണെങ്കിലും അവിടെയാണെങ്കിലും ഒറ്റപ്പെടൽ, അവഗണന, ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചതിനൊന്നും ഇപ്പം ആ കണക്കൊന്നും എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാം കഴിഞ്ഞതല്ല, ഇനിയിപ്പോൾ അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും അത്രയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വളരെ ആശ്വാസം. പിന്നെ ഈ ഒരു വിധി കേട്ടപ്പോൾ തന്നെ ഭയങ്കര എനിക്ക് എൻ്റെ മനസ്സിന് നല്ലൊരു എൻ്റെ മധുവിന് നീതി കിട്ടി എന്നുള്ളൊരു ഇതിലേക്കാണ് ഞാൻ പെട്ടെന്ന് എത്തിയത്. നമ്മളെ കൊണ്ട് സാധിക്കില്ല, കാരണം ഒന്നടങ്കം നമ്മുടെ കൂടെ നിന്നു. നമ്മുടെ കേരള സമൂഹം എല്ലാവരും ഒന്നടങ്കം നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് തന്നെ. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ഇതിൻ്റെ 12 പേർക്ക് ജീവപര്യന്തമായിട്ട് ഇത് കിട്ടിയതിലെല്ലാവരും സന്തോഷമൊക്കെ അറിയിച്ചു. എന്തായാലും വളരെ ആശ്വാസം ഉണ്ട്. അതുതന്നെയാണ് മധുവിൻ്റെ കുടുംബം പ്രതികരിക്കുന്നത്. വലിയ ആശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം വിചാരണ കോടതിയിൽ നിന്ന് ലഭിച്ച വിധി അതിനുശേഷം ഹൈക്കോടതിയിലെത്തുന്നു. അവിടെ ജീവപര്യന്തം തന്നെ ലഭിക്കുന്നു. ഇനി 1-ാം പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം പ്രഖ്യാപിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.